ജില്ലാ ഭരണകൂടത്തിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും എംഎൽഎയുമായ ജി സുധാകരൻ രംഗത്ത്. ജില്ലയിലെ വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തിയതായി ജി സുധാകരൻ എംഎൽഎ. അങ്ങനെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്ഥലത്തെ എംഎൽഎ എന്ന് പറയുന്നത് അദ്ദേഹം ഡേറ്റ് വെക്കുക, വരിക, ഞങ്ങളൊക്കെ കാഴ്ച ഒരു ആശംസാ പ്രസംഗം എന്താ റോഡെന്ന് പോലും പറയുന്നില്ല. ഞാൻ റോഡിൻ്റെ പ്രശ്നമല്ല, ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാവും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം വികസന പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നതാണ് ആക്ഷേപം തന്നെ ഇത്. എനിക്കാണ് ആ ചടങ്ങ്, ഞാൻ ബോയ്ക്കോട്ടിനൊന്നും ഞാനില്ല, ഞാനൊന്നും ബോയ്ക്കോട്ട്, പക്ഷെ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു സംഭവം ഇവിടെ അരങ്ങേറാൻ തുടങ്ങി ശക്തമായ എതിർത്തോട് മാറ്റിവെക്കേണ്ടി വന്നു. അതായത് കയർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ പള്ളിപ്പുറത്ത് പഞ്ചായത്ത് മാറ്റാൻ തീരുമാനിച്ചു. 3 തവണ ഈ മന്ത്രി പ്രഖ്യാപിച്ചു, കയർ സെക്രട്ടറിയും പ്രഖ്യാപിച്ചു. അപ്പോൾ അതീവ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാവും. ഞാൻ കത്ത് കൊടുത്തു, ഞാൻ നേരിട്ട് പറഞ്ഞു മിനിസ്റ്ററോട്. കാരണം ഈ വെനീസ് ചൗധരി ഈസ്റ്റെന്നൊക്കെ ചുമ്മാ പറയുന്നതാണോ, തമാശയ്ക്ക് പറയുന്ന? ഇവിടെയല്ലേ ആദ്യത്തെ 150 വർഷം നമ്മൾ കയർ എന്താ ഫാക്ടറി ഇവിടെയല്ലേ ചാക്കോട്ട പറഞ്ഞതിനപ്പുറം സ്ഥാപിച്ചിരിക്കുന്നത്? ഇവിടെയല്ലേ കയറിൻ്റെ കേന്ദ്രം, ആലപ്പുഴയല്ലേ? അപ്പോൾ അവിടെ പിരിയുണ്ട്, സംഭവിച്ചു. നിങ്ങളെന്നാൽ ഇതങ്ങോട്ട് മാറ്റുന്നത്? ഞാൻ ഇവിടെയല്ലേ സ്ഥാപിച്ചത്, നിങ്ങളല്ലല്ലോ സ്ഥാപിച്ചത്. ഞാൻ നിയമസഭയിൽ പ്രഖ്യാപിച്ച് നന്നായിട്ട് ഒരു തവണ ഞാൻ നടത്തി, 2 തവണ നിങ്ങൾ നടത്തി, ഇപ്പം നടത്തിയത് 3ാമത്, അങ്ങനെ 4 തവണ നടന്നു. അപ്പം 4ാമത്തേന് മുമ്പാണ് ഈ സംഭവം. നിങ്ങൾക്ക് എന്താ അധികാരം ഇങ്ങനെ ചെയ്യാൻ? ഇപ്പം നോബൽ സമ്മാനം സ്ഥാപിച്ചു, ആരെങ്കിലും നോബലിൻ്റെ പേര് മാറ്റാൻ പോകും? അധികാരമുണ്ട്? അതിൻ്റെ തുക പോലും കൂട്ടാൻ അധികാരമില്ല. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ശരിയല്ല, കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞു. എന്തായാലും തൽക്കാലം നിർത്തി. ഈ കയർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂട്ടുന്നു, എൻ്റെ കൂടെ നിന്ന് ഞാൻ കൊടുത്ത ആശയം അനുസരിച്ച് ഇത് കെട്ടിപ്പെടുന്നു. 1ാമത്തേത് നടത്തി അവർ തന്നെ അതിന് കൂട്ടി നിൽക്കുകയാണ്, ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുകയാണ്. മാറ്റാൻ പോകാൻ രഹസ്യം പിന്നെയാണ് പിടികിട്ടിയത്. അവിടെ മുത്തൂറ്റിൻ്റെ ഒരു വലിയ റിസോർട്ട് വരുന്നുണ്ടായിരുന്നു. അന്ന് മൊത്തം ആളെ അവിടെ താമസിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണ് അന്ന് ഉദ്ദേശിച്ചത്. അടൂർ പ്രകാശല്ല, അയാൾക്ക് അടൂരിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. മുത്തൂറ്റിൻ്റെ സുപ്രീം കോടതി പൊളിപ്പിച്ച ആ റിസോർട്ടിൽ മൊത്തം സാഹിബിന് താമസിക്കാം. ആലപ്പുഴയിൽ ഒന്നിനും കൊള്ളില്ല. ആലപ്പുഴയെ നശിപ്പിക്കാനാണ് നല്ല നിലയിൽ ആലപ്പുഴയുടെ സന്ദേശം ലോകത്തെത്തിക്കാൻ ശ്രമിച്ച ഈ ഇന്റർനാഷണൽ എക്സിബിഷനെ പോലും ഒരു വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു. ശക്തമായ എതിർപ്പ് കൊണ്ടും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടും അത് നിർത്തിയതാണ്. അപ്പോൾ ഇവരുടെ നയം ഞാൻ പറയുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് സഹകരിച്ചു. ഞാൻ കയർ ഫെസ്റ്റിവലൊന്നും ഒരിക്കലും ബോയ്ക്കോട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത കളക്ടർ സ്വയം വിമർശനം നടത്തണമെന്നും ജി സുധാകരൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. അതേസമയം കയർ മേഖലയിൽ LDF സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും UDFന്റേതാക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംഘവും ഗൂഢശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു തെളിവാണ് കയർ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായി പരിശ്രമിച്ച LDF MLAമാരെ കയർ മേഖലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ക്ഷണിക്കാത്തതെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴയിൽ ആരംഭിക്കുന്ന കയർ യന്ത്രനിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് സ്ഥലം MLA ആയി തന്നെ ക്ഷണിക്കാത്തതിൽ വൈരുദ്ധ്യമുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ഫാക്ടറിയുടെ ഉദ്ഘാടനം കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു നടത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ജി സുധാകരൻ MLA ആലപ്പുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.